ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 322. നമ്മൾ 62ാമത്തെ ഉപനിഷത്തായിട്ട് പ്രശ്നോപനിഷത്താണ് നോക്കുന്നത്. അതിൽ പ്രശ്നം 1 11 മുതൽ 16 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇത് പ്രകൃതിയും പുരുഷനും അല്ലെങ്കിൽ ഈശ്വരനെ, പരമേശ്വരനെ, ബ്രഹ്മത്തെ, അള്ളയായാലും യഹോവയായാലും എന്ത് പേരിലായാലും അതിനെ പ്രകൃതിയിലെ ഓരോന്നുമായി എങ്ങനെയാണ് ബന്ധിപ്പിച്ചത്? അത് ജ്യോതിഷമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അവയെ രാശിചക്രവുമെല്ലാമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. ആ പരമേശ്വരൻ സൂര്യനിലൂടെ, രാശിചക്രത്തിലൂടെ എല്ലാമാണ് എല്ലാമാണ് നമ്മളായിട്ട് മാറുന്നത്. അപ്പം പുരുഷനും പ്രകൃതിയും, പ്രാണനും രയിയും എല്ലാം ദ്വയമായിട്ടാണ്. പുരുഷനും പ്രകൃതിയായിട്ട് മാറുന്നു, പ്രാണനും രയിയുമായിട്ടെല്ലാം മാറുന്നു. അപ്പോൾ നമുക്കിത് 11 എന്താണ് പറയുന്നത്? കഴിഞ്ഞതിൻ്റെ തുടർച്ചയായതുകൊണ്ട് നേരെ അങ്ങ് പോകാം. അധികം വ്യാഖ്യാനമൊന്നും വേണ്ട. പരമേശ്വരൻ്റെ ദൃഷ്ടിക്ക് ഗോചരമായ രൂപം. പരമേശ്വരനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഈശ്വരനെ എങ്ങനെയായിട്ടേ കാണാൻ പറ്റും? അല്ലേ? യഹോവനെ എങ്ങനെയാ കാണാൻ പറ്റും? നമ്മളെ ദൃഷ്ടിരൂപം ഏതാണ്? അത് കാണത്തക്ക രൂപത്തിൽ വന്നപ്പോൾ അതാണ് സൂര്യൻ, ദൃഷ്ടിരൂപമായ സൂര്യൻ. കാരണം പ്രപഞ്ചത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന എല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പരമേശ്വരനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെങ്കിലും അത് സൂര്യൻ എന്ന ഒരു രൂപത്തിലൂടെയാണ് നമ്മളെയെല്ലാം സ്വാധീനിക്കുന്നത്. അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. അപ്പം പരമേശ്വരൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന രൂപമാണ് സൂര്യൻ. അതിന് 5 പാദങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അത് 5ആയി തിരിയുന്നു. അതിനെ 5ആയി തിരിക്കാമെന്ന അർത്ഥത്തിലെല്ലാം എടുത്തുകൊണ്ട് അത് 6 ഋതുക്കളായിട്ടാണ് മാറുന്നത്. സൂര്യനിൽ നിന്നാണ് ഋതുക്കൾ ഉണ്ടായത്. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുന്നത് വട്ടത്തിലല്ല, ഇങ്ങനെ ദീർഘ രൂപത്തിലാണ്. അതുകൊണ്ട് സൂര്യനിൽ നിന്ന് അടുക്കുകയും അകലുകയും ചെയ്യും. അതിനെ കൊണ്ടാണ് 6 സീസൺസ് ഉണ്ടായിരിക്കുന്നത്. അപ്പം 6 സീസൺസ് ആണെങ്കിലും അതിൽ 2 യോജിപ്പിച്ചുകൊണ്ട്, ഏതെല്ലാം? ഹേമന്തവും ശിശിരവും ഒന്നാക്കിക്കൊണ്ട് 5 ഋതുക്കൾ. ചിലയിടത്തല്ല 6 ഋതുക്കളുണ്ട്. എല്ലാ നാട്ടിലൊന്നും 5 അല്ല 6 ചിലയിടത്തേ 6 ഫുള്ള്, ചിലയിടത്തേ ഉള്ളൂ. അധികടുത്തും 5ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പം 5 ഋതുക്കളായിട്ട് മാറ്റിയിട്ട് ആ 5 ഋതുക്കളാണ് 5 പഞ്ചഭൂതങ്ങൾ. ആ 5 ഋതുക്കളിലൂടെയാണ് പഞ്ചഭൂതങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഖരദ്രവ വാതക ഊർജം, പിന്നെ ആകാശവും. നമുക്കറിയാം ജലം ചില സീസണിൽ ഖരരൂപത്തിലാണ്, ഐസ് രൂപത്തിലാണ്. ചില നാട്ടിലെല്ലാം ജല ഐസായി പോകും. അപ്പം ഖരരൂപം അതെന്തുകൊണ്ടാണ്? ആ ഋതുവിൽ. ചില സമയത്ത് ദ്രവരൂപം. പിന്നെ ചിലപ്പോൾ ചൂട് കൂടുമ്പോൾ വെള്ളമെല്ലാം ബാഷ്പീകരിച്ച് ആകാശത്തേക്ക് പോകും. ചില സ്ഥലത്തൊന്നും മരുഭൂമിയിലൊന്നും വെള്ളമില്ല. വെള്ളം ഇല്ല എന്നല്ല, ഉണ്ടെങ്കിലെല്ലാം ബാഷ്പീകരിച്ച് അങ്ങ് പോകും. അപ്പോൾ അവിടെ ഏത് രൂപത്തിലാണ് അതാകുന്നത്? വായു രൂപത്തിലാണ്. ഖര, ദ്രവ, വാതകം. പിന്നെ സ്ഥലത്ത് പിന്നെ ഉള്ളത് അഗ്നിയാണ്. പിന്നെ പഞ്ചഭൂതങ്ങളിലെ അവസാനത്തെ ആകാശം. അപ്പം ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് ഈ 5 ഋതുക്കളിലൂടെയാണ്. ഇതെല്ലാം ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വസ്തുക്കൾ 5 രൂപത്തിൽ പ്രകടമാകുന്നത്. നമുക്കിവിടെ വെള്ളം കാണാമെങ്കിൽ ചില നാട്ടിൽ പോയാൽ വെള്ളരൂപത്തിൽ കാണില്ല, ഐസായിട്ടേ കാണുള്ളൂ, മഞ്ഞായിട്ടല്ലേ കാണുള്ളൂ. ചില സ്ഥലത്താണ് മൊട്ടം വെള്ളവും ഉണ്ടാവില്ല.
ആ വായു രൂപത്തിൽ അതെല്ലാം ബാഷ്പീകരിച്ച് അങ്ങ് മുകളിൽ പോകും. അങ്ങനെയാണ് പഞ്ചഭൂതങ്ങളായിട്ട് അത് മാറിയിരിക്കുന്നത്. അങ്ങനെയാണ് പഞ്ചഭൂതങ്ങളായി. പിന്നെ 12 മാസങ്ങളെ 12 കുതിരകൾ അഥവാ 12 ശരീരങ്ങളാണ്. 12 മാസങ്ങളാണ് 12 തരം ശരീരങ്ങളായിട്ട് അല്ലെങ്കിൽ കുതിരകളായിട്ട് കണക്കാക്കേണ്ടത്. മാസങ്ങളാണ് ലോകത്തെ മാസങ്ങളിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. മാസങ്ങളായി തിരിഞ്ഞിട്ട് നമ്മൾ ഒരു മാസത്തിൽ കൃഷി ചെയ്യും, വേറൊരു മാസത്തിൽ അതിനെ പരിപാലിക്കും, വേറൊരു മാസത്തിൽ കൊയ്തെടുക്കും, പിന്നെ അടുത്ത മാസം ഉഴുത് മറിക്കും, പിന്നെ ആദ്യം നടും. ഇങ്ങനെ മാസങ്ങളിലൂടെയാണ് പ്രകൃതിയിലെ ഭൗതിക വസ്തുക്കളുടെ എല്ലാം ചലനം അതിനെ മുന്നോട്ടേക്ക് നയിക്കുക. അതുകൊണ്ടാണ് കുതിരകൾ, കുതിരശക്തി, കുതിരയാണല്ലോ നയിക്കുന്നത്. അപ്പം കുതിരകളാണ് അല്ലെങ്കിൽ ശരീരങ്ങളാണ്. ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ഈ മാസങ്ങളിലൂടെയാണ്, 12 മാസങ്ങളിലൂടെയാണ്. 12 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ 12 രാശികളാണ്, 12ആയി തിരിച്ചതാണ്. അതുകൊണ്ടാണ് ആകാശത്തെ 12ആയി തിരിച്ചത്, 12 മാസങ്ങളായിട്ട്. മേടം, ഇടവം, ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. പഞ്ചതന്മാത്രകൾ, 5 തന്മാത്രകൾ 5 ഋതുക്കളിലൂടെയാണ്, ഋതുക്കൾക്ക് സമാനമാണ് മാസങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്ന ശക്തി. കുതിരക്കോ ഇല്ലേ നമ്മുടെ എല്ലാം ശരീരങ്ങൾ, ഓരോ മാസത്തിൽ ജനിക്കുന്നവർക്ക് ഓരോ ശരീരഘടനയാണ് അതായിട്ട് മാറിയിരിക്കുന്നത്. ഇവയുടെ സ്ഥാനമെല്ലാം സ്വർഗത്തിലേക്കാട്ടിയും ഉന്നതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം നയിക്കുന്ന ആ സൂര്യന്റെ സ്ഥാനം സ്വർഗത്തിലും ഉന്നതിയിലാണ്. സ്വർഗം പോലും, കാരണം സ്വർഗം പോലും ഇതിന്റെ പ്രഭയാൽ പ്രകാശിക്കുന്നു. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സൂര്യൻ ഇവിടെ മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ എന്ന്. ആ അർത്ഥത്തിൽ എടുക്കരുത്. സൂര്യൻ ഈ പ്രപഞ്ചത്തിലെ 7 ലോകങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അത് അതിൻ്റെ വഴിയെല്ലാം നമ്മൾ വേദങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞു. 7 ലോകങ്ങൾ ഏതാണെന്നും അതെങ്ങനെയാണ് സൂര്യൻ അതിലൂട്ടിയെല്ലാം പോകുന്നതെന്ന്. അപ്പൊ എല്ലായിടത്തും സൂര്യൻ പ്രകാശം എത്തിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ 7 ലോകങ്ങളിലും ഈ സൂര്യൻ പ്രകാശം എത്തിക്കുന്നുണ്ട്. ഏതുപോലെയാണെന്നാണെങ്കിൽ എൻ്റെ കൈമേലുള്ള ഇപ്പൊ ഈ ടോർച്ച് ഉണ്ടെന്ന് വെച്ചാൽ, ഈ ടോർച്ച് ആണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. എങ്ങനെയാ ഞാൻ എൻ്റെ മുറിയിൽ പ്രകാശിപ്പിക്കും, അല്ലാതെ ലോകം മുഴുവൻ എങ്ങനെയാ പ്രകാശിപ്പിക്കുന്നത്? ഞാൻ ഈ ടോർച്ചും കത്തിച്ചുകൊണ്ട് ഒരു വിമാനത്തിൽ കയറിയിട്ട് ലോകം മുഴുവൻ ചുറ്റുകയാണെങ്കിൽ, അല്ലെ ഭൂമി മുഴുവൻ ചുറ്റുകയാണെങ്കിൽ, ടോർച്ചും അടിച്ചിട്ട് പോയാൽ ഞാൻ എല്ലായിടത്തും പ്രകാശം ഇടുന്നില്ലേ? വിമാനം പോകുന്ന സ്ഥലത്തെല്ലാം ഞാൻ പ്രകാശം അടിക്കുന്നത്. അല്ല കുതിരപ്പുറത്ത് കയറിയിട്ട് അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ബോട്ടിലെല്ലാം കയറി അങ്ങനെ പ്രകാശം പറ്റിയിട്ട് എല്ലാ സ്ഥലത്തോട്ടും പോയിക്കൂടെ? അതുപോലെയാണ് സൂര്യൻ 7 ലോകങ്ങളിലൂടെയും കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും സൂര്യനെ അതാണ് എല്ലാ ലോകങ്ങളും കൂടിയതിനാണ് സ്വർഗം എന്ന് പറയുന്നത്, 7 ലോകങ്ങൾ കൂടിയതിന്. അപ്പൊ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതും ആരാണ്? ഈ സൂര്യനാണ്. ഈ സൂര്യനാണ് ആര്? പരമേശ്വരന്റെ കാണാൻ പറ്റുന്ന രൂപം. ഇതിലൂടെ വർഷിക്കുന്ന ജലമാണ് ഉൽപ്പത്തിക്കാധാരം. ഇതിലൂടെ വർഷിക്കുന്ന ജലം, അങ്ങനെ ഋതുക്കൾ അതുണ്ടാക്കിയിട്ട് ഈ ഭൂമിയുടെ എല്ലാം സഞ്ചാര ഫലമായിട്ടാണ് ഋതുക്കൾ ഉണ്ടായത്. ഋതുക്കളിലൂടെ മഴ പെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ മഴ പെയ്യിപ്പിച്ചത്. മഴ പെയ്യിപ്പിച്ചിട്ടുള്ള ജലമാണ് ജീവനാധാരം. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയാലും അവിടെ ജീവനുണ്ടോ എന്ന് നോക്കാൻ ആദ്യം നോക്കുന്ന അവിടെ ജലമുണ്ടോ എന്നാണ്. അപ്പം ജലമാണ്. ഇതെല്ലാം വേദങ്ങൾ, ഉപനിഷത്തുകൾ, സയൻസിലൂട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ജലമാണ് ഉൽപ്പത്തിക്കാധാരം. അതുകൊണ്ട്
അത് ജലരൂപ ജീവൻ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ആ സൂര്യൻ തന്നെയാണ് മഴ പെയ്യിപ്പിച്ചിട്ട് ജീവൻ പ്രദാനം ചെയ്യുന്നത്, ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിൻ്റെ കൂടെയാണ് ജീവനും ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളെ ജീവനും ഉണ്ടാകാൻ കാരണം, ജീവനുള്ള വസ്തുക്കൾ ഉണ്ടാകാൻ കാരണം ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാവരുടെയും പിതാവാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും പിതാവായിട്ട് നമുക്ക് ആരെ കാണാം? സൂര്യനെ കാണാം. കാരണം എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം സൂര്യൻ്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. വേറൊരു തരത്തിലും പറയുന്നുണ്ട്, ചുവപ്പ്, മഞ്ഞ മുതലായ സപ്തവർണ്ണ കിരണങ്ങളാൽ യുക്തവും ഇത് 7 നിറങ്ങളാൽ യുക്തമാണ്. അത് നമുക്കറിയാം, സൂര്യനിൽ 7 നിറങ്ങളുണ്ട്. 7 നിറങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. 6 ഋതുക്കൾക്ക് ഹേതുവുമായ പ്രകാശകരണമയമായ സൂര്യമണ്ഡലത്തിൽ, അപ്പോൾ 6 ഋതുക്കൾക്ക് കാരണക്കാരനായ സൂര്യമണ്ഡലത്തിൽ, ഇപ്പം സൂര്യനാണ് ഋതുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്നാണ് ഊർജം വെളിച്ചമായി 7 നിറങ്ങളായി പ്രവഹിച്ച് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. അതിനെന്തുണ്ട്? 7 ചക്രങ്ങളും 6 ആരക്കാലുകളും ഉണ്ട്. 7 ചക്രങ്ങളുണ്ട്. സൂര്യന് 7 ചക്രം, 7 വെച്ചിട്ടാണ് എല്ലാം കറങ്ങുന്നത്. 7 നിറങ്ങൾ, 7 സ്വരങ്ങൾ, 7 നവഗ്രഹങ്ങളിൽ രാഹുകേതു ഒഴിവാക്കി കഴിഞ്ഞാൽ 7ആണ്. 7 ഗ്രഹങ്ങളുണ്ട്, 6 ആരക്കാലുകൾ. ആ ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് 6 ആരക്കാലുകളായിട്ട് 6 ഋതുക്കൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഗ്രഹങ്ങൾ ആദ്യം ഉണ്ടാക്കി, ഋതുക്കൾ ഉണ്ടാക്കി. ഈ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നത് 6 ഋതുക്കൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഓർബിറ്റിലൂടെയാണ്, അല്ല നേരെ വട്ടത്തിലല്ല. 6 ഋതുക്കൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ എല്ലാ ഗോളങ്ങളും അത്തരത്തിൽ തന്നെയാണ്. 6 ആരക്കാലുകൾ കൊണ്ടാണ് ആ ചക്രത്തെ പിടിപ്പിച്ചിരിക്കുന്നത്. ആ രഥത്തിലാണ് സൂര്യനിരിക്കുന്നത്. അപ്പൊ സൂര്യന് ചുറ്റും, സൂര്യനടക്കം 7 ഗോളങ്ങളും രാഹുകേതുക്കൾ വേറെയും, അതെല്ലാം ഋതുക്കൾ എന്ന രൂപത്തിലാണ് പ്രവഹിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ചുറ്റുന്നത് ഋതുക്കൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ്. അതുകൊണ്ടാണ് സൂര്യൻ ചിലപ്പോൾ ഉച്ചസൂര്യൻ, നീചസൂര്യൻ എന്നെല്ലാം പറയുന്നത്. അതുമാതിരി ചന്ദ്രന് ഒന്നുണ്ട്, ഉച്ചബലമുണ്ട്, നീചബലമുണ്ട്, മധ്യബലമുണ്ട്. ഓരോ ഗ്രഹത്തിനും ഉച്ചബലമുണ്ട്, നീചബലമുണ്ട്. ഇതെല്ലാമാണ് അതിൻ്റെ ഓർബിറ്റുകളിലൂടെ ഉണ്ടാക്കുന്ന ഋതുക്കൾ. ആ രഥത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. അതിൻ്റെ എല്ലാം ആത്മസ്വരൂപം, ഇതിൻ്റെ എല്ലാമായ സൂര്യനിലൂടെ പ്രകടമായ ആത്മസ്വരൂപമാണ് പരമേശ്വരൻ. ആ പരമേശ്വരനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതോ ഒരു ശക്തി വിശേഷത്തിൽ നിന്നാണ്. അത് ബ്രഹ്മമാകാം, പരമേശ്വരനാകാം, യഹോവയാകാം, അള്ളയാകാം, എന്തോ ആകാം. അതിനെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. ഓരോ ആൾക്കാർ ഓരോ നാട്ടിൽ ഓരോ പേര് പറയും. ഓരോ നാട്ടിലും പേര് വിളിക്കുന്ന പരമാർത്ഥം. നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ വേറെ നാട്ടിൽ ചക്ക എന്നാണോ പറയുന്നത്? അത് അവർ പലതരം പേരിൽ വിടുക. അതുകൊണ്ട് ചക്ക അതെല്ലാം പലതരം ചക്കകളാണോ? അല്ല. ഇവിടുത്തെ കോഴിമുട്ടക്ക് വേറെ നാട്ടിൽ ഇംഗ്ലീഷുകാർ ഒരു പേര് പറയും, ഹിന്ദിക്കാർ വേറൊരു പേരും, തമിഴന്മാർ വേറൊരു പേര് പറയും, അറബികൾ വേറൊരു പേര് പറയും. അതുകൊണ്ട് മുട്ട മാറിപ്പോകുമോ? മുട്ട ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് പരമേശ്വരനും ഒന്നേ ഉള്ളൂ. ഓരോ നാട്ടുകാർ അള്ള, യഹോവ എന്നെല്ലാം പേര് പറഞ്ഞു പോകുന്നു എന്നല്ലാതെ മണ്ടന്മാരായ ആൾക്കാർ ഇതെല്ലാം പലതായിട്ട് കാണും. ഇനി
12 പറയുകയാണ്, ഓരോ മാസവും ഓരോ പ്രജാപതിമാരാണ്. പ്രജാപതിമാരിലൂടെയാണ് സൃഷ്ടി നടന്നിരിക്കുന്നത്. നമുക്കറിയാലോ ദക്ഷപ്രജാപതി. ദക്ഷപ്രജാപതി എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ഓർബിറ്റാണ്. ആറ്റമായിട്ട് തന്നെ പറയാം, ആറ്റത്തിൻ്റെ ഓർബിറ്റിന് തന്നെയാണ് പ്രാധാന്യം. അപ്പം സൃഷ്ടിക്ക്, പിന്നെയുള്ള സൃഷ്ടിക്ക് കാരണക്കാരനായിരിക്കുന്നത് ഈ ഓരോ മാസവുമാണ്. ഓരോ മാസവും ദക്ഷപ്രജാപതിമാരാണ്. അതുകൊണ്ടാണ് ഓരോ മാസത്തിൽ ഓരോന്ന് ഉണ്ടാക്കിയിടുന്നത്. നമുക്കറിയാലോ വിഷുവിന് കൊന്ന പൂക്കും, ആ മാസത്തിൽ കൊന്ന പൂപ്പിക്കും. സൃഷ്ടി നടത്തിയല്ലേ, കൊന്ന പൂവിനെ വിരിക്കുകയാണ്. മാങ്ങ ഉണ്ടാകുന്നതിന് ഒരു സീസണുണ്ട്, മാസമുണ്ട്. ചക്ക ഉണ്ടാകുന്നതിന് വേറൊന്നുണ്ട്. അപ്പം ഇതെല്ലാം സൃഷ്ടി നടത്തിയാണ്. അപ്പം സൃഷ്ടി എന്ന ആ ശക്തി വിശേഷത്തെയാണ് നമ്മൾ പ്രജാപതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രജാപതിമാരാരാണ്? ഈ 12 മാസങ്ങളാണ്. ഓരോ മാസത്തിലല്ലേ ഓരോന്നുണ്ടാകുന്നത്. ചക്ക ഏത് മാസത്തിലാണ് ഉണ്ടാവുക? മാങ്ങ ഏത് മാസത്തിലാണ് ഉണ്ടാവുക? നെല്ലെപ്പോഴാണ്? എല്ലാം ഉണ്ടാകുന്നതിന് ഒരു സീസൺ ഉണ്ട്. അപ്പൊ ആ സീസൺ 12 മാസങ്ങൾ, അതാണ് സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രജാപതിമാരാണ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അതിനെ എല്ലാവരും കർമ്മങ്ങളിലൂടെ ഉപാസിക്കുന്നു. എന്തിനാണ് സൃഷ്ടിക്കുന്നത്? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എല്ലാ മാങ്ങ ഉണ്ടാകുന്ന ഏതാണ്? നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ധർമ്മം അതാണ്, നമ്മുടെ ഭക്ഷണമായി തീരുക, ഇത് നമ്മളെ ശരീരം പോഷിപ്പിക്കുക. അങ്ങനെ കർമ്മത്തിലൂടെ അത് ദക്ഷപ്രജാപതിമാരെ അല്ലെങ്കിൽ പരമേശ്വരനെ തന്നെ ഉപാസിക്കുകയാണ്. അതിൽ കൃഷ്ണപക്ഷത്തിലെ 15 ദിവസങ്ങളെയാണ് പരമാത്മാവിൻ്റെ ദക്ഷിണാംഗമായിട്ട് നമ്മൾ നേരത്തെ കണ്ടത്. രണ്ടായി തിരിച്ചിട്ടുണ്ട്. 5 മാസങ്ങൾ കൃഷ്ണപക്ഷവും 5 ശുക്ലപക്ഷവും. കർത്തവാവ് തൊട്ട് ചന്ദ്രൻ വലുതായി വരുന്നത് ശുക്ലപക്ഷം, തിരിച്ചു വരുന്നത് കൃഷ്ണപക്ഷം, ചെറുതായി വരുന്നത്. അപ്പോൾ ഓരോ മാസത്തിനും 15 ദിവസങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 15 ശുക്ലപക്ഷവും മറ്റേത് കൃഷ്ണപക്ഷവും. കൃഷ്ണപക്ഷത്തെ ദശാംഗം എന്ന് പറയുന്നു. പരമേശ്വരൻ്റെ വേറൊരു രൂപമാണ് കൃഷ്ണപക്ഷം. അത് ഭോഗരൂപമാവുന്നു. ഭോഗം എന്ന് പറഞ്ഞാൽ എല്ലാം ദ്വയമായിട്ടാണുള്ളത്, പുരുഷനും പ്രകൃതിയും. പരമേശ്വരൻ എന്ന പുരുഷൻ, മറ്റേത് പരമേശ്വരൻ തന്നെ സ്ത്രീയായിട്ടും മാറിയിട്ടുണ്ട്. പ്രകൃതിയാണ് ഭൗതിക ലോകം, നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകം. അത് ഈ കൃഷ്ണപക്ഷത്തിലാണുള്ളത്. അത് ദക്ഷിണാംഗം. ശുക്ലപക്ഷത്തിലെ 15 ദിവസങ്ങൾ പരമേശ്വരൻ അന്തരാമിയായിട്ടിരുന്നിട്ട് രയ്യെ നിയന്ത്രിക്കുന്ന, രയ്യെ കീഴടക്കുന്നു. രവി രൂപമായ ഭോഗങ്ങളെ ഉപേക്ഷിച്ചിട്ട്. ശുക്ലപക്ഷത്തിലുള്ള സമയം, അപ്പോഴാണ് പരമേശ്വരൻ്റെ ആ പ്രാണരൂപം അല്ലെ ആത്മാവിൻ്റെ രൂപം, അത് അല്ലെങ്കിൽ പുരുഷരൂപം, മറ്റേത് ഭൗതിക പ്രകൃതി രൂപം. ഏത്? കൃഷ്ണപക്ഷം. അപ്പം കൃഷ്ണപക്ഷത്തിലെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ശുക്ലപക്ഷത്തിലെ മനുഷ്യന് എന്തിനുള്ള അവകാശം തന്നിട്ടുണ്ട്? പരമേശ്വരനെ ധ്യാനിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം, ഈ ഭൗതികതയെ ഉപേക്ഷിച്ചിട്ട് ശുക്ലപക്ഷത്തിൽ ജയിച്ചവർക്ക്, ശുക്ലപക്ഷം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വികസിച്ച് വരുന്ന, അപ്പോൾ അവൻ്റെ മനസ്സും വികസിച്ച് അവൻ അവിടെ എത്തും. എവിടെ എത്തും? ബ്രഹ്മസാക്ഷാത്കാരത്തിൽ എത്തും. അപ്പോൾ അവൻ സ്വയം
ഒന്നും ഇച്ഛിക്കാതെ പരമേശ്വരനായി എല്ലാം അർപ്പണം ചെയ്യുന്നു. അപ്പോൾ ശുക്ലപക്ഷത്തിൽ ജനിച്ചവരാണെന്ന് മാത്രമല്ല, അവന് ഗ്രാജ്വലായിട്ട് മനസ്സ് ചന്ദ്രൻ മാറുന്നതിനനുസരിച്ച് പുരോഗതി ഉണ്ടാവും. അപ്പം അവൻ്റെ മാനസികാവസ്ഥയും പുരോഗമിച്ച് അവൻ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തും, പൂർണ്ണ ചന്ദ്രന്റെ അവസ്ഥയിലേക്ക്. കൃഷ്ണപക്ഷക്കാർ അന്നന്ന് കഴിയുമ്പോഴും ക്ഷയിച്ച് വരികയാണ് ചന്ദ്രൻ. കൃഷ്ണപക്ഷത്തില് വെളുത്ത വാവ് കഴിഞ്ഞാലാണ് പിന്നെ ചന്ദ്രന്റെ ശക്തി കുറയുന്നവരെ. ആ സമയത്ത് ജനിക്കുന്നവരുടെ മനസ്സും ഓരോ ദിവസവും കഴിയുമ്പോഴും, വർഷം കഴിയുമ്പോഴും അവർ പഴഞ്ചൻ ആദർശങ്ങളിലേക്ക് പോകുന്നവരായി മാറും. ശുക്രപക്ഷത്തിൽ ജനിക്കുന്നവര് ചന്ദ്രൻ വിദ്യ പ്രാപിച്ച് പോകുന്നത് പോലെ അവൻ ദിവസം കഴിയും തോറും പുരോഗമിച്ച് അങ്ങനെ ബുദ്ധിപരമായി ഉയർന്നു പോകുമ്പോൾ കൃഷ്ണപക്ഷത്തിലുള്ളവര് ജനിച്ചവര് എന്താവും? ഓരോ ദിവസവും കഴിയുമ്പോഴും പിന്നോട്ടേക്കാണ് പോവുക. എന്നിട്ട് ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ അവന്മാർ അങ്ങനെ പോകും, ഭൗതിക സുഖങ്ങളിൽ മുഴുകുന്നു. ഇനി പതിമൂന്നിൽ പറയുന്നു, രാവും പകലും പരമേശ്വരന്റെ പൂർണ്ണരൂപമാണ്. അപ്പം വർഷത്തിൽ നേരത്തെ പറഞ്ഞു, നേരത്തെ പ്രാണനും രയി എന്ന് പറഞ്ഞിട്ടുള്ളത് വർഷമായി തിരിച്ചു. പിന്നെ വർഷത്തെ തന്നെ മാസമായി തിരിച്ചിട്ട് മാസത്തിലെ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും പറഞ്ഞു. ഇനി മാസത്തിന്റെ അകത്തേക്ക് കിടക്കുമ്പോൾ പിന്നെന്താ വരിക? ദിവസം. അപ്പം വർഷം, മാസം, ദിവസം. ദിവസത്തിലേക്ക് വരുമ്പോൾ രാവും പകലും കൂടിയതാണ് പരമേശ്വരന്റെ പൂർണ്ണരൂപം. പകല് അഖിലത്തിനും ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകാശരൂപമായ വിശുദ്ധ രൂപം പ്രകടമാക്കുന്നു. പകലാണ് സൂര്യൻ അതിൻ്റെ വിശുദ്ധ രൂപം, ശരിയായ രൂപം പ്രകടമാക്കുന്നത്. പകല് സൂര്യൻ വെളിച്ചം വിതറിക്കൊണ്ട് നമ്മുടെ എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രകടമാകുന്നു. അതാണ് മനുഷ്യന് ജീവൻ നൽകുന്നത്. നമ്മൾ ജീവൻ നൽകുക എന്ന് പറയുമ്പോൾ തന്നെ പകലാണല്ലോ നമ്മൾ ആക്റ്റീവ്. രാത്രിയാകുമ്പോൾ ഉറങ്ങിയല്ലേ, നമ്മൾ പോലും ഇല്ലാതായി പോകുന്നുണ്ട്. ജീവൻ എന്ന പ്രതിഭാസം ഇല്ലാതാകുന്നില്ലെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ജീവനില്ലാത്ത അവസ്ഥയാണ്. ചത്തമാരി കിടന്നുറങ്ങും. ആക്റ്റീവാകുന്നത് സൂര്യൻ വരുമ്പോഴാണ്. അപ്പം ദിനത്തിലാണ് നമ്മൾ ആക്റ്റീവായിട്ട് ജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് നമ്മളെ കർമ്മത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. രാത്രി ഭോഗരൂപമായ രയിയാകുന്നു. രാത്രിയാണ് സുഖം അനുഭവിക്കുന്ന രയിയാകുന്നു. അപ്പൊ രാത്രി എന്താ പ്രത്യേകത? അതിനാൽ പകൽ ശ്രീസംഗമം ചെയ്യുന്നവർ ആരെങ്കിലും പകല് ശ്രീസംഗമം ചെയ്യുകയാണെങ്കിൽ, പകലപ്പോൾ എന്തിനുള്ളതാണ്? ഭോഗസുഖങ്ങൾ അനുഭവിക്കാനുള്ളതല്ല, കർമ്മം ചെയ്യാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പകല് കർമ്മം ചെയ്യുക, രാത്രി ഭോഗസുഖം അനുഭവിക്കുക. പകല് ഭോഗസുഖം അനുഭവിക്കുന്നവനാണെങ്കിൽ അവൻ പ്രകാശരൂപമായ പരമേശ്വരനെ പ്രാപിക്കുവാൻ അർഹനല്ല. അങ്ങനെ ചെയ്ത് നടക്കുന്നവർക്ക് ബ്രഹ്മസാക്ഷാത്കാരം സാധ്യമല്ല. പകല് കർമ്മത്തിനുള്ള സമയത്ത് ഇത് കയറി വന്നു കഴിഞ്ഞാൽ അവനെന്താണ്? അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അവന് പരമേശ്വര പ്രാപ്തി ലഭിക്കില്ല. അവൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരില്ല. ലക്ഷ്യം എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരം. എന്നിട്ട്
ആ അമൂല്യമായ ജീവിതത്തെ അവൻ നശിപ്പിക്കും. അതുകൊണ്ട് ഇനി എന്നാൽ ഋതുകാലത്ത്, അതായത് അനുയോജ്യമായ സമയത്ത് ശാസ്ത്രവിധി പ്രകാരം രാത്രികാല സമയം നിയമാനുസൃതമായ സ്ത്രീ സംഭോഗം അനുഭവിച്ചാൽ അവൻ ബ്രഹ്മചാരിക്ക് തുല്യനായിത്തീരും. അപ്പോൾ ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? പകല് കർമ്മങ്ങൾ ചെയ്യുക, അവനെ സൃഷ്ടിച്ചിരിക്കുന്ന കർമ്മം ചെയ്യാനാണ്. എന്നിട്ട് രാത്രികാലം അതിൻ്റെ സുഖം അനുഭവിക്കാം. അത് വിധിപ്രകാരം, കാമത്തിനകപ്പെട്ടിട്ടല്ല, വിധിപ്രകാരം നിയമാനുസൃതമായി. അല്ല തോന്നുന്ന മാതിരി അതിന് വേണ്ടിയിട്ട് ഇറങ്ങി അടക്കാനല്ല പറയുന്നത്. രാത്രികാലം ഇറങ്ങി അടക്കാനല്ല പറയുന്നത്. നിയമാനുസൃതം എന്ന് പറഞ്ഞാൽ കല്യാണം എല്ലാം കഴിച്ചിട്ട് അത്തരത്തിലുള്ള ഇതെല്ലാം തന്നെ, ഏതാണ്ട് ആ നാട്ടിലെ ആചാരം അനുസരിച്ച് സ്ത്രീ സംഭോഗം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ബ്രഹ്മചാരിക്ക് തുല്യനായിത്തീരുന്നു. അവരെന്താവും? ബ്രഹ്മചാരിക്ക് തുല്യനായിട്ട് തീരും. ബ്രഹ്മചാരിയല്ല, അത്തരത്തിൽ വേണം സാധാരണ മനുഷ്യർ ജീവിക്കാൻ. ഇനി 14 സകല ജീവജാലങ്ങളുടെയും ആഹാരരൂപമായ അന്നം പ്രജാപതിയാവുന്നു. പ്രജാപതിയിലൂടെയാണ് എല്ലാ സൃഷ്ടിയും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാസങ്ങളാണ് സൃഷ്ടിക്ക് കാരണമായി തീരുന്നത്. ഇവിടെ പറയുന്നത് അന്നവും പ്രജാപതി തന്നെയാണ്. അന്നത്തിലൂടെയാണ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ അന്നവും എന്ത് തന്നെയാണ്? പ്രജാപതി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ പ്രജാപതിയായി കാണാം. മാസങ്ങളെ ഏതാണോ സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷം, ഏതിലൂടെയാണോ ആക്ട് ചെയ്യുന്നത്, അതെല്ലാം പ്രജാപതിമാരാണ്. അല്ലാതെ ഇതൊന്നും ഒരു മനുഷ്യന്റെ രൂപത്തിലൊന്നും നമ്മൾ പുരാണ കഥകളിൽ അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കും, പക്ഷെ അങ്ങനെ കാണരുത്. സൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം എന്താണ്? അതാണ് പ്രജാപതി. മാസങ്ങളാണ് സൃഷ്ടിക്കാധാരം. അതുകൊണ്ടാണ് ഓരോ മാസത്തിലും ഓരോ തരം കായ്കളെല്ലാം ഉണ്ടാകുന്നത്. അതാണ് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അന്നമാണ് പ്രേരിപ്പിക്കുന്നത്. അന്നമാണ് പുതുതായിട്ട് വേറെ പലതുമായിട്ട് തീരുന്നത്. അതുകൊണ്ട് അന്നത്തെയും പ്രജാപതിയായി കാണുക. എന്തുകൊണ്ടെന്നാൽ ഇതിൽ നിന്നാണ് വീര്യം ലഭിക്കുന്നതും ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും. അപ്പം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രേരക ശക്തി, അതിൻ്റെ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അതെല്ലാം അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭക്ഷണം കഴിക്കാതെ നമുക്ക് പ്രേരണ കിട്ടുമോ? നമുക്ക് അധ്വാനിക്കാൻ പോകണ്ടെങ്കിൽ രാവിലെ എണീച്ചിട്ട് അധ്വാനിക്കാൻ പോകുന്നതിനെക്കാട്ടി മുമ്പിൽ രാവിലെ എന്ത് ചെയ്യും? എന്തെങ്കിലും കഴിക്കും, എന്നാലേ പോയി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അന്നത്തിൽ നിന്നാണ് അവന് പ്രേരണ കിട്ടുന്നതും പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം. ഇനി 15 യാതൊരാൾ സന്തോൽപോധന രൂപമായ സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുന്ന രൂപമായ പ്രജാപതിയുടെ രൂപം അനുഷ്ഠിക്കുന്നുവോ? സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതും പ്രജാപതിയാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നത് പ്രജാപതിയാണ്, കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികൾ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തിയാണ് പ്രജാപതിയായിട്ട് എടുക്കേണ്ടത്. അപ്പൊ ചില സമയത്ത് നമ്മളും പ്രജാപതിമാരാകും. നമ്മിലെ ഒരു ഫോഴ്സ് കുട്ടികൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കും. അപ്പൊ അതും പ്രജാപതിയാണ്. അപ്പം സന്താനോൽപാദന രൂപമായ പ്രജാപതിയുടെ രൂപത്തെ, അതിനെ ഉപാസിക്കണം. അപ്പം നമ്മുടെ ധർമ്മം കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നതും എല്ലാം. ആ ഉയർന്ന നിലയിലേക്ക് ചിന്തിക്കണം. എന്തിനാണ് ഈ ദാമ്പത്യം എല്ലാം വെച്ച്, ഈ പ്രേമെല്ലാം വെച്ചിരിക്കുന്നത്? പ്രകൃതിക്കൊരു കുട്ടീനെ ആവശ്യമുണ്ട്, ആ രണ്ടുപേരെയും ചേർത്തുകൊണ്ട്. അതിനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് വരുന്നത് ഈ പ്രജാപതിമാരാണ്. അതിൽ നിന്നാണ് സൃഷ്ടിക്രമം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സൃഷ്ടി സന്താനാൽപാദന രൂപം പ്രജാപതിയായിട്ട് കണ്ടിട്ട് അതിനെ ഉപാസിക്കണം. അതായത് ലോകത്തിലെ ഭോഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട്,
ലോകത്തിലെ ഭൗതിക വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ഭോഗവസ്തുക്കൾ ഉണ്ടാകണ്ടെങ്കിൽ ഇത് നടക്കണ്ടേ? പൂവിൽ പോലും രണ്ടും കൂടി ചേർന്നിട്ടല്ലേ, പൂവിലുള്ള അതും ഇത് മറ്റേതും എല്ലാം കൂടി ചേർന്നിട്ട് ആൺപൂവും പെൺപൂവിൻ്റെ എല്ലാം അതിന് ഇടക്ക് വേറെ കക്ഷികളുണ്ട്, പ്രേരിപ്പിക്കുന്ന പ്രജാപതിമാരെല്ലാം ഉണ്ട്. അങ്ങനെയെല്ലാണ് കായ്കളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ലോകത്തിലെ ഭോഗപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ശാസ്ത്രവിധി പ്രകാരമായ രൂപത്തിൽ ശ്രീസംഘം മുതലായ ഭോഗങ്ങൾ ഉപയോഗിച്ച്, അതാണ് ശാസ്ത്രവിധി. ഈ പൂമ്പാറ്റ എല്ലാ പൂവിലും കയറി ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ആൺപൂവിലുള്ളയും പെൺപൂവിലുള്ളയും പരാഗത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ശാസ്ത്രവിധിപരമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് പുരുഷനും സ്ത്രീയും യോജിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രകൃതിക്ക് ഭാവിയിൽ കർമ്മം ചെയ്യാൻ യോജിച്ച ഒരു കുട്ടിയെ വേണം. അതിന് യോജിച്ച പുരുഷന്മാരെയും സ്ത്രീയെയും തമ്മിൽ യോജിപ്പിക്കും. അത് കല്യാണത്തിലൂടെയാകാം, പ്രേമത്തിലൂടെയാകാം, മതിൽ ചാടിയിട്ടാകാം, എങ്ങനെയെങ്കിലും ആകാം. അതത് കുട്ടീനെ ഉണ്ടാക്കിയെടുക്കും. അവിടെ പ്രജാപതിയാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ശാസ്ത്രവിധി പ്രകാരമായ. അപ്പോൾ അതും ശാസ്ത്രവിധി പ്രകാരമായ ശ്രീസംഘം മുതലായ ഭോഗങ്ങൾ ഉപയോഗിച്ച് പ്രജകളെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നും ഭിന്നമായി പരമേശ്വരനിൽ മാത്രം മനസ്സർപ്പിക്കുന്നവന്, എന്നാൽ ഇതിലൊന്നും താല്പര്യമില്ലാതെ ഇതെല്ലാം വിരക്തി ഉണ്ടായിട്ട് പരമേശ്വരനിൽ മാത്രം മനസ്സർപ്പിച്ച് ആ വഴിക്ക് പോകുന്നവന് ബ്രഹ്മപ്രാപ്തി ലഭിക്കുന്നു. അപ്പം ഈ ഭൗതിക വസ്തുക്കളുടെ സൃഷ്ടിക്രമത്തിൽ ഇങ്ങനെ സൃഷ്ടിക്കുക, ജനിക്കുക, മരിക്കുക ഇതെല്ലാം ചെയ്ത് നടക്കുന്നവർക്ക് അത് അവരുടെ ലോകം, ഭൗതിക ലോകം. അല്ലാത്തവർ, ഇതിൽ താല്പര്യമുള്ളവര് ബ്രഹ്മപ്രാപ്തി ലഭിക്കുന്നു. അത് മറ്റാർക്കും ലഭിക്കില്ല. അപ്പം ബ്രഹ്മപ്രാപ്തി ലഭിക്കണ്ടെങ്കിൽ ഈ ഭൗതിക സുഖങ്ങളിൽ നിന്ന് പോകണം. അതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്? സൂര്യൻ്റെ ഉത്തരായണം ദക്ഷിണായനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രന് മാസവുമായിട്ട് ബന്ധപ്പെടുമ്പം കൃഷ്ണപക്ഷം ശുക്ലപക്ഷം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. രാത്രി പകല് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ്. അപ്പം ഇതെല്ലാമാണ് ഒരു വ്യക്തിയിലൂടെ, ഇത്തരത്തിലാണ് പരമേശ്വരൻ സൂര്യചന്ദ്രന്മാരിലൂടെ നമ്മളിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. ഇനി 16 യാതൊരുവിനിൽ. അപ്പൊ ആർക്കാണ് പരമേശ്വര പ്രാപ്തി എന്ന് പറയാൻ? കുടിലത ലേശമിൽ തീരെ ഇല്ലാത്തവനും കുടിലതയില്ലാത്തവൻ സ്വപ്നത്തിൽ പോലും മിഥ്യാഭാഷണം നടത്തില്ല. വേണ്ടാത്ത ആളെ പറ്റിക്കുന്ന വാക്കുകൾ സ്വപ്നത്തിൽ പോലും പറയില്ല. ഇന്നുള്ള ആൾക്കാരെല്ലാം ഇലക്ഷൻ ജയിക്കാനെല്ലാം വേണ്ടിയിട്ട് പലതും അടിച്ചുവിടും. ഞാൻ അത് ചെയ്ത് കളയാ, എന്നെ ഇങ്ങനെ ജയിപ്പിച്ചാൽ മതി എന്നും പറഞ്ഞു. അപ്പോൾ സ്വപ്നത്തിൽ പോലും. പക്ഷെ അവരെല്ലാം വലിയ ആത്മീയവാദികളുമായിരിക്കും, എല്ലാം ആത്മീയമായിരിക്കും. സ്വപ്നത്തിൽ പോലും മിഥ്യാപ്രഭാഷണം ചില സ്വപ്നത്തിൽ പോലും അങ്ങനത്തെ വേണ്ടാത്ത വർത്താനം, വേണ്ടാത്ത സംസാരങ്ങൾ സംസാരിക്കാതെ അസത്യമായ ആചാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവന്. വേണ്ടാത്ത അസത്യമായ ആചാരങ്ങൾ, ഇവിടെ നടക്കുന്ന ആചാരങ്ങളെല്ലാം അസത്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഭൗതിക ലോകമായിട്ട് വിട്ടുപോകണം. പിന്നെ എന്താ ആചാരം? അവൻ ആചാരങ്ങളൊന്നുമില്ല, അവനെല്ലാം ഉപേക്ഷിക്കും. ആചാരങ്ങളെല്ലാം ഈ ഭൗതിക ലോകത്തിലെ സാധാരണ ജനങ്ങൾക്കാണ് ആചാരം ഇട്ടാക്കി കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവൻ ഈ ആചാരമൊന്നും നോക്കില്ല. അപ്പം അസത്യ ആചാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നുവോ അവരിൽ എന്തില്ലാവില്ല? രാഗദോഷാദികളില്ലാതെ ഭവിച്ച്, അവരിൽ രാഗവുമില്ല, ദ്വേഷവുമൊന്നുമില്ല, വഞ്ചനയും കാപട്യവും മുതലവും ഇല്ലാതെ വികാരരഹിതനായിരിക്കുന്നു. അവന് ഒരു വികാരങ്ങളും ഉണ്ടാവില്ല. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ശരിയായ ആചാരം എല്ലാം വിട്ടിട്ട് വികാരരഹിതനായിട്ട് ഭ്രാന്തനെ പോലെ ഉടുതുണി അടക്കം കടഞ്ഞിട്ട് പോകാനുള്ള അവസ്ഥയാണ്. അല്ലാതെ നമ്മൾ ഈ കാണുന്ന ആചാരങ്ങളും എല്ലാം ബ്രഹ്മസാക്ഷാത്കാരത്തിനോ ആത്മീയതക്കോ വേണ്ടിയുള്ളതല്ല. അവന് മാത്രം ബ്രഹ്മപ്രാപ്തി ലഭിക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ
പ്രശ്നം തീർന്നു. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് നോക്കാം.